ഇന്ത്യൻ വൈറ്റർ സ്പിന്നറും ഇതിഹാസ താരവുമായ ആർ അശ്വിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ അശ്വിനുണ്ട്. 3 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒറ്റ കളിയിൽ മാത്രമാണ് താരത്തിന് അവസരം കിട്ടിയത്. രണ്ടാം ടെസ്റ്റിൽ കളിച്ച അശ്വിന് 1 വിക്കറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഇനി അവസരം കിട്ടില്ലെന്ന് ഉറപ്പായതും വിരമിക്കലിലേക്ക് നയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനിടെയാണ് മറ്റൊരു വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഇന്ത്യക്ക് ഇംഗ്ലണ്ട് പര്യടനമുണ്ട്. ഈ പരമ്പരയിലേക്ക് അശ്വിനെ പരിഗണിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിലാണ് താരത്തിന്റെ വിരമിക്കലെന്ന് സൂചനകൾ വരുന്നു. സ്പിന്നിന് അനുകൂലമായ ഇന്ത്യൻ പിച്ചിൽ നടന്ന ന്യൂസിലൻഡിനെതിരായ പോരാട്ടത്തിൽ 3 കളിയിലും അശ്വിൻ പന്തെറിഞ്ഞിരുന്നു. എന്നാൽ തിളങ്ങാനായില്ല. 3 കളിയിൽ നിന്നായി 9 വിക്കറ്റുകൾ മാത്രമാണ് താരൻ നേടിയെടുത്തത്. ടെസ്റ്റ് ടീമിൽ അവസരം കിട്ടിയ വാഷിംഗ്ടൺ സുന്ദർ മികച്ച ഫോമിൽ നിൽക്കുന്നതും അശ്വിന്റെ വഴി ഏറെക്കുറെ അടച്ചു കഴിഞ്ഞിരുന്നു. നിലവിൽ ഏകദിന T20 ടീമുകളിൽ അശ്വിനില്ല. 2025 ഗസ്റ്റിലാണ് ഇനി ഇന്ത്യക്ക് നാട്ടിൽ ടെസ്റ്റ് കളിയുള്ളത്. അതിനാൽ തന്നെ അശ്വിന്റെ ടെസ്റ്റ് കരിയർ ചോദ്യചിഹ്നത്തിലായി. ഇതോടെ ടീം മാനേജ്മെന്റ് വിരമിക്കൽ സംബന്ധിച്ച് തീരുമാനമറിയിക്കാൻ അശ്വിനോട് ആവശ്യപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ടീം മാനേജ്മെന്റും സീനിയർ താരങ്ങളും തമ്മിൽ ഭിന്നതയുണ്ടെന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു പരമ്പരയുടെ പാതി വഴിക്ക് വെച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ച ചരിത്രം ഇന്ത്യൻ ക്രിക്കറ്റിൽ നേരത്തെയുമുണ്ട്. ഇതിഹാസങ്ങളായ അനിൽ കുംബ്ലെ, MS ധോണി എന്നിവരും സമാന രീതിയിൽ ഇന്ത്യൻ ടീമിന്റെ പടിയിറങ്ങിയവരാണ്. 2008 ഓസ്ട്രേലിയക്കെതിരായ 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ 3-ാം പോരാട്ടത്തിന് ശേഷമായിരുന്നു കുംബ്ലെയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം. 2014 ഓസ്ട്രേലിയൻ പര്യടനത്തിന് 2ാം ടെസ്റ്റിന് പിന്നാലെയാണ് ധോണിയുടെ ടെസ്റ്റ് മത്സരങ്ങളിലെ വിരമിക്കൽ നടന്നത്.